Hi everyone, this is Sri Lakshmi from Be International. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയ വേഴ്സസ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനെ പറ്റിയാണ്. ഏത് കൺട്രിയാണ് 2026 നഴ്സസിന് ഈ രണ്ട് കൺട്രീസിൽ നിന്ന് ഏതായിരിക്കും ചൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പല നഴ്സസും നമ്മളോട് ചോദിക്കാറുണ്ട്, ഏറ്റവും എളുപ്പം പ്രോസസിങ് ചെയ്യാൻ പറ്റുന്ന ഏത് കൺട്രിക്കാണ്, പ്രോസസിങ് ടൈം കുറവുള്ളത് ഏത് കൺട്രിയാണ്, സക്സസ് റേറ്റ് കൂടുതൽ ഏതിനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ബി ഇന്റർനാഷണൽ ലാസ്റ്റ് 13 years ആയിട്ട് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ നഴ്സിംഗ് പ്രോസസിങ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സോ ഇതിനെപ്പറ്റിയുള്ള ഒരു ആക്യുറേറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ വീഡിയോ. ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. 1 ഓസ്ട്രേലിയൻ എൻക്ലെക്സ് ആർ എൻ, 2 ഓസ്ട്രേലിയൻ ഓസ്കി, 3 ആഫ്ര രജിസ്ട്രേഷൻ. അങ്ങനെ 3 സ്റ്റെപ്പുള്ള ഒരു പ്രൊസീജിയർ ആയിരിക്കും ഓസ്ട്രേലിയയുടെ ആർ എൻ രജിസ്ട്രേഷൻ എടുക്കാനുള്ളത്. ഇതിൽ എൻക്ലെക്സ് ആർ എൻ എന്ന് പറയുന്ന ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ക്ലിയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കോച്ചിങ് എടുത്തതിന് ശേഷം മാത്രം എൻക്ലെക്സ് ആർ എൻ അറ്റംപ്റ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് ഓസ്കി ആണ്. ഓസ്കി എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാം ആണ്. 10 സ്റ്റേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 10 എണ്ണത്തിൽ 7 സ്റ്റേഷനെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓസ്ട്രേലിയയുടെ ഓസ്കി ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആഫ്ര രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിലും പറ്റുള്ളൂ. തേർഡ് സ്റ്റെപ്പ് ആഫ്രയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ലാംഗ്വേജ് സ്കോർ ആണെങ്കിലും സബ്മിറ്റ് ചെയ്യണം. ലാംഗ്വേജ് സ്കോർ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് C+, ബാക്കി 3 മൊഡ്യൂളിന് B എന്നുള്ള സ്കോറാണ് വേണ്ടത്. അത് നമ്മൾ ഈ ആഫ്രയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിന് തൊട്ട് മുമ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നെക്സ്റ്റ് ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂസിലാൻഡിനും ഇതുപോലെ തന്നെ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് വേരിഫിക്കേഷനുകളാണുള്ളത്. CGFNS ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വേരിഫിക്കേഷൻ. സെക്കൻഡ് IQN തിയറി എക്സാം. തേർഡ് ന്യൂസിലാൻഡ് ഓസ്കി. അങ്ങനെ 3 സ്റ്റെപ്പ് തന്നെയാണുള്ളത്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആവശ്യമുണ്ട്. ഫസ്റ്റ് 3 to 4 month്സിനുള്ളിൽ തന്നെ നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. IELTS അല്ലെങ്കിൽ OET ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. റൈറ്റിംഗ് C+, ബാക്കി 3 മൊഡ്യൂളിന് B എന്നുള്ള സ്കോർ തന്നെയാണ് ഇവിടെയും വേണ്ടത്. ബട്ട് ഇനീഷ്യലി തന്നെ നമുക്കത് വേണം. ആദ്യത്തെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ലാംഗ്വേജ് കൊടുത്താലേ പറ്റുള്ളൂ. സോ സെക്കൻഡ് നമ്മൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ IQN എക്സാമിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. IQN എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്ലെക്സ് ആർ എൻ പോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ഒന്നുമല്ല. നമ്മളുടെ UK CBT എക്സാമിൻ്റെയൊക്കെ ആ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി മാത്രമാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള തിയറി എക്സാമാണ്. നല്ല സക്സസ് റേറ്റുള്ള എക്സാമാണ്. സോ നമുക്ക് ട്രെയിനിങ് ഇല്ലാതെ പഠിച്ചു പോയവരും അത് പാസ്സായിട്ടുണ്ട്. സോ അത്രയും കൺസേണിങ് ഒന്നുമല്ല. വൺസ് IQN എക്സാമിൻ്റെ ആ സ്റ്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലാൻഡിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ വെച്ചിട്ട് ഓസ്കി എന്ന് പറയുന്ന പ്രാക്ടിക്കൽ എക്സാമാണ് എഴുതേണ്ടത്. ഓസ്ട്രേലിയ ഓസ്കി വേറെയാണ്, ന്യൂസിലാൻഡ് ഓസ്കി വേറെയാണ്. ഓസ്ട്രേലിയ ഓസ്കിയിൽ 10 സ്റ്റേഷൻസ് തന്നെയാണ് വരുന്നത്. 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. 10 സ്റ്റേഷൻസിൽ 10 എണ്ണവും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ന്യൂസിലാൻഡിൻ്റെ ആർ എൻ രജിസ്ട്രേഷനാണ്. ഈ ഒരു പാത്വേക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വൺസ് നമ്മൾ ന്യൂസിലാൻഡ് ആർ എൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്രോസസ്സിങ്ങും ഇല്ലാതെ ഡയറക്റ്റ് ആഫ്ര രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനാണെങ്കിലും പറ്റും. സോ നമ്മൾ ഈ പാത്വേ ചെയ്താലും നമുക്ക് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻക്ലെക്സ് ആറിനൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കോൺഫിഡൻസ് ഇല്ല എന്നാണെങ്കിൽ ഈ പാത്വേ ത്രൂ ആണെങ്കിലും നമുക്ക് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും പറ്റും. ഇനി ഈ രണ്ട് കൺട്രീസ് നമ്മൾ കമ്പാരിസൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ എക്സാംസിൻ്റെ കേസ് ആണെങ്കിൽ ഓസ്ട്രേലിയയുടെ കേസിൽ എൻക്ലെക്സ് ആറിനും തിയറി എക്സാം വരുന്നത് IQN ആണ്. ന്യൂസിലാൻഡിൻ്റെ കേസിൽ വരുന്നത് ഈ രണ്ട് എക്സാമിന് ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ട് വരുന്നത് ന്യൂസിലാൻഡ് തന്നെയായിരിക്കും. കാരണം എൻക്ലെക്സ് ആറിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആവുക എന്ന് പറയുന്നത് ഭയങ്കര 1 out of 10 ഒക്കെ ചാൻസസ് ആണ് നമുക്കുള്ളത്. അതുപോലെ നമ്മൾ ട്രെയിനിങ് എടുത്തിട്ട് പോവുകയാണെങ്കിലും 1 to 2 ചാൻസസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആൾക്കാർ ക്ലിയർ ചെയ്യാറ്. സോ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം എൻക്ലെക്സ് ആറിന് എക്സാം അറ്റൻഡ് ചെയ്യാറായിട്ട് പോകാറുള്ളൂ. IQN എക്സാം കോച്ചിങ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് പോലും ഇമീഡിയറ്റ്ലി നമുക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റാറുണ്ട്. സോ തിയറി എക്സാമിൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡ് ആയിരിക്കും ദ ബെറ്റർ ഓപ്ഷൻ. ഇനി ഓസ്കിയുടെ കാര്യത്തിലാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓസ്കിയും ന്യൂസിലാൻഡ് ഓസ്കിയും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ഓസ്ട്രേലിയ ഓസ്കി ആണെങ്കിൽ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യത്യാസമാണ്. ഔട്ട് ഓഫ് 10 സ്റ്റേഷൻസിൽ 7 സ്റ്റേഷൻസ് എങ്കിലും ക്ലിയർ ചെയ്യണം എന്നാണ് ഓസ്ട്രേലിയ ഓസ്കിയുടെ റൂൾസ് ഉള്ളത്. ന്യൂസിലാൻഡിൻ്റെ കേസിൽ ഔട്ട് ഓഫ് 10 സ്റ്റേഷൻസിൽ 10 സ്റ്റേഷൻസ് നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഫീസിൻ്റെ കാര്യമാണെങ്കിലും ഓസ്ട്രേലിയ ഓസ്കിക്ക് വരുന്നത് $4,000 ന്യൂസിലാൻഡ് ഡോളറാണ് ഫീസ് വരുന്നത്. ന്യൂസിലാൻഡ് ഓസ്കിക്ക് വരുന്നത് $3,500 ന്യൂസിലാൻഡ് ഡോളറാണ്. ഈ $3,500ൽ $500 വരുന്നത് അവിടുത്തെ ഒരു ഓറിയൻറ്റേഷന് വേണ്ടിയിട്ടാണ്. 2 days ഓറിയൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതുകൂടി ബെനിഫിഷ്യലാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ രണ്ട് ഓസ്കിയും വെച്ച് നോക്കുമ്പോഴേക്കും ന്യൂസിലാൻഡ് ആയിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നത്, ഈവൻ ത്രൂ ഫീസ് വൈസ്. ഓസ്കിയുടെ കേസ് നോക്കുവാണെങ്കിൽ വൺസ് നമ്മൾ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു പോയി അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ കേസിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ഫീഡ്ബാക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ നെക്സ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ കേസിൽ നമുക്ക് 18 months നമുക്ക് ടൈം ഉണ്ട് ഓസ്കി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. 3 attempts ആണ് നമുക്കുള്ളത്.
സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫീഡ്ബാക്ക് റിക്വസ്റ്റ് ചെയ്ത് ആ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്ക് ഇതുപോലെ ഫീഡ്ബാക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ രണ്ട് കൺട്രിയുടെ കേസിലും ഓസ്കിയുടെ കേസിൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഫീസിൻ്റെ ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 lakh ന്യൂസിലാൻഡിൻ്റെ കേസിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് 8 to 10 months ആണ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയുടെ കേസിൽ 3 to 4 months എടുക്കും എൻക്ലക്സാറിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി തന്നെ. പിന്നെ എൻക്ലക്സാറിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഓസ്കിയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വൺസ് ഓസ്കി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ OETയുടെ സ്കോർ കാർഡ് സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് ആഫ്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് ടൈം ഫ്രെയിം രണ്ടിൻ്റെയും സിമിലർ തന്നെയാണ്. ബട്ട് നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ടൈം ഫ്രെയിം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ലെസ്സർ ആയിരിക്കും. കാരണം നമുക്ക് ഡേറ്റ്സ് ഒക്കെ നമുക്ക് വേഗം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഓവർ ബുക്ക്ഡ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ വേഗം ഡേറ്റ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ പ്രോസസ്സിംഗ് ടൈം കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആയിരിക്കും വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും രണ്ട് കൺട്രിയുടെയും സിമിലർ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. സെയിം സ്കോറാണ് രണ്ട് കൺട്രിയിലും ആക്സെപ്റ്റ് ചെയ്യുന്നത്. റൈറ്റിംഗ് C+, ബാക്കി 3 മൊഡ്യൂൾ B ഇൻ കേസ് ഓഫ് OET. ഇപ്പോൾ IELTS ആണെന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് 6.5, ബാക്കി 3 മൊഡ്യൂൾ 7 ആണ് IELTSൻ്റെ കേസിൽ. PTE ആണെങ്കിലും സിമിലർ സ്കോർ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും ന്യൂസിലാൻഡിൻ്റെ കേസിൽ നമുക്ക് ഈ റൈറ്റിംഗ് C+, ബാക്കി 3 മൊഡ്യൂൾ B എന്നുള്ള സ്കോർ ഇമീഡിയറ്റ്ലി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് കൊടുക്കണം. പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കൊടുക്കണം. ഓസ്ട്രേലിയയുടെ കേസിൽ ഓസ്കി എക്സാം പാസ്സായതിന് ശേഷം ആഫ്രയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ സബ്മിറ്റ് ചെയ്ത് കൊടുത്താലായാലും മതി. OETയോ IELTSോ PTE ആണെങ്കിലും ഓസ്ട്രേലിയക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓൾറെഡി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ബി ഇൻ്റർനാഷണൽ യൂട്യൂബ് ചാനലിൽ തന്നെ പ്രീവിയസ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് PR പോസിബിലിറ്റി ആണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്ക് ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യാം. വൺസ് നമ്മൾ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് PR അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ന്യൂസിലാൻഡിൽ നമ്മൾ അവിടെ പോയി രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഒരു 1 to 2 years എങ്കിലും അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് PRന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി കിട്ടുള്ളൂ. ബട്ട് ഓസ്ട്രേലിയയുടെ കേസിൽ ഡയറക്റ്റ് PR പോസിബിൾ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ഡയറക്റ്റ് ജോബ് കിട്ടുന്നതിന് മുമ്പൊക്കെ തന്നെ പെർമനന്റ് റെസിഡൻസിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് PRൻ്റെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും പറ്റും. സോ ടു കൺക്ലൂഡ്, രണ്ട് കൺട്രീസിനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ എക്സാമിൻ്റെ ഒരു ഈസി ഫാക്ടർ നോക്കുകയാണെങ്കിലും എമൗണ്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ന്യൂസിലാൻഡ് തന്നെയാണ് കുറച്ചുകൂടി ആക്സസബിൾ. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ രണ്ട് കൺട്രി ത്രൂ നമ്മൾ പ്രോസസ്സിങ് ചെയ്താലും അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കൺട്രിയും ഈസിയർ പ്രോസസ്സിങ് തന്നെയാണ്. രണ്ട് കൺട്രിയുടെയും പ്രോസസ് ടൈമും എമൗണ്ടൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയതുകൊണ്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളത്. എന്നാലും ഒരു ബെറ്റർ ചോയ്സ്, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ബെറ്റർ ഓസ്ട്രേലിയ തന്നെയാണ്. സോ നിങ്ങൾ ഓസ്ട്രേലിയ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു നഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ കമൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അഡ്രസ്സ് ചെയ്യാനായിട്ടാണെങ്കിലും പറ്റും. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.